പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നോമ്പിന്റെ 4ാം ആഴ്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ആഴ്ചയിൽ നാം കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 11ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തെ കൂടാതെ ഗോപുരം പണിയാൻ ആഗ്രഹിച്ച ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാതാക്കളെക്കുറിച്ചാണ്, ജനങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത്. രണ്ടാമത്തെ വായന ജോഷുവയുടെ പുസ്തകം 7ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ അനുസരണക്കേടിന് ശിക്ഷ ലഭിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ചിത്രം രേഖപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ വായന റോമാലേഖനം 8ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളെക്കുറിച്ച് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. നാലാമത്തെ വായന മത്തായിയുടെ സുവിശേഷം 21ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ പുത്രനെ പോലും തിരസ്കരിച്ച മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ വിധിയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊന്നാമത്തെ വായനയിലേക്ക് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 11ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ ബാബേൽ ഗോപുരം പണിയാൻ ആഗ്രഹിച്ച മനുഷ്യരെക്കുറിച്ച് നമുക്ക് വായിക്കാം. ഈ കഥ മനസ്സിലാക്കാൻ അല്പം അതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുന്ന നല്ലതാണ്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ഏകദേശം 100-150 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കഥ സംഭവിച്ചിരിക്കാൻ സാധ്യത. ചരിത്രാതീത ചരിത്രമായതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ സാധ്യമല്ലെങ്കിൽ പോലും ഏകദേശ കണക്കനുസരിച്ച് ഏകദേശം 30,000-ഓളം ജനങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏകദേശ ഒരു ധാരണ. ഈ കാലയളവിലെല്ലാം അവർ സംസാരിച്ചിരിക്കാൻ സാധ്യത ഒരേ ഒരു ഭാഷയാണ്. മധ്യപൂർവ്വദേശത്തിന്റെ കിഴക്ക് ഷീനാർ എന്നറിയപ്പെടുന്ന സമതലത്തിലാണ് അവര് താമസിച്ചിരുന്നത്. ആ സമതലത്തിനോട് ചേർന്ന് അറാറത്ത് പർവ്വതത്തിന്റെ കിഴക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയോട് ചേർന്നുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശത്താണ് അവര് ഗോപുരം പണിയാൻ ആഗ്രഹിച്ചത്. അവർ ഗോപുരം പണിയാൻ ആഗ്രഹിച്ചതിന് പുറകിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സ്വർഗത്തോളം വലുതാവാൻ അവർ ആഗ്രഹിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒരിക്കലും ചിതറിക്കപ്പെടാതെ വലിയൊരു ജനതയായി നിൽക്കണം, ഒരു സ്ഥലത്തും ചിതറിക്കപ്പെടാതെ നിൽക്കണം എന്നതായിരുന്നു അവരുടെ ചിന്ത. രണ്ടാമത്തത്, അവരുടെ പേരും പ്രശസ്തിയും ഭൂമുഖം മുഴുവൻ അറിയണം എന്നവർ ആഗ്രഹിച്ചു. അങ്ങനെ പേരും പ്രശസ്തിയും ഭൂമുഖം മുഴുവൻ അറിയാനും സ്വർഗത്തോളം ഉയർന്ന് വലിയവരായി നിലനിൽക്കാനും ആഗ്രഹിച്ചവരാണ് ഈ ബാബേൽ ഗോപുരം പണിയാൻ ആഗ്രഹിച്ചവർ. ആധുനിക ലോകത്തിന്റെ ഒരു നേർക്കണ്ണാടിയാണ് ഈ ബാബേൽ ഗോപുരം പണിയാൻ ആഗ്രഹിച്ചവർ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗോപുരം പണിയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ പണിയുന്ന ഗോപുരം ഏറ്റവും വലുതാകുന്നു എന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി പണിയുന്ന ഗോപുരം ഏറ്റവും വലുതാണെന്ന് പരസ്യപ്പെടുത്തുന്നില്ലെങ്കിലും തെറ്റുണ്ടോ? ഈ പറഞ്ഞതിലൊന്നും തെറ്റില്ല. പക്ഷേ അതിന്റെ പരിസരങ്ങളിൽ പാപം ഒളിച്ചിരിപ്പുണ്ട്. നമുക്കറിയാം, ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത് ഒരൊറ്റ പാപമാണ്, അഹങ്കാരം. ആദിമാതാപിതാക്കന്മാർക്ക് അനുസരണക്കേടിനോടൊപ്പം ദൈവത്തോളം ഉയരണം, ദൈവത്തെ പോലെയാകണം എന്നൊരു അഹങ്കാര ചിന്തയും ഉടലെടുത്തപ്പോഴാണ് അവരുടെ നാശം ആരംഭിക്കുന്നത്. മാത്സര്യബുദ്ധിയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, പ്രതികാര ചിന്തയിൽ നിന്ന്, അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്തായാലും, അതെത്ര വലിയ നന്മയായാലും അത് നാശത്തിലേക്കാണ് വഴിതള്ളിക്കുന്നത് എന്ന് ബാബേൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്നതോ മത്സരിക്കുന്നതോ വിജയിക്കുന്നതോ വിജയം ആഘോഷിക്കുന്നതോ ഒന്നും തെറ്റില്ല. പക്ഷേ അതിന്റെ പരിസരങ്ങളിൽ എവിടെയോ ഈ പാപം ഒളിച്ചിരിപ്പുണ്ട്. കാരണം അഹങ്കാരത്തിൽ നിന്നാണ് സകല നാശങ്ങളും ആരംഭിക്കുന്നത്. പ്രശസ്തിയും ആനുകൂല്യവും വിജയങ്ങളും നേട്ടങ്ങളും ലഭിക്കുമ്പോൾ പിന്നെ ദൈവം ആവശ്യമില്ല, ദൈവത്തെ നമുക്ക് ആവശ്യമില്ല, ദൈവത്തെ തേടേണ്ടതില്ല എന്നൊരു ചിന്ത ഉടലെടുക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ തങ്ങൾ ദൈവത്തെക്കാളും വലുതായി എന്നൊരു മിഥ്യാബോധം ഉടലെടുക്കാൻ തുടങ്ങും. അവിടെയാണ് തകർച്ച ആരംഭിക്കുന്നത്. ദൈവത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ അടയാളവും ആഘോഷമായിട്ടാണ് അവർ ബാബേൽ ഗോപുരം പണിതെങ്കിൽ
അവരുടെ തകർച്ച എന്തുകൊണ്ട് തുടങ്ങി എന്ന് നാം കാരണങ്ങൾ തേടി പോകേണ്ടതില്ല. ഭയക്കാൻ കാരണങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും അവർ ഭയന്നു തങ്ങൾ ചിതറിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് ചിതറിപ്പോകാതിരിക്കാൻ അവർ ബാബേൽ ഗോപുരം പണിത് എല്ലാവരെയും ഷീനാർ സമതലത്തിനോട് ചേർന്ന് തന്നെ ഒരുമിച്ച് കൂട്ടാം എന്ന് അവർ ആഗ്രഹിച്ചത്. ആ കാലഘട്ടത്തിൽ വേറൊരു ജനതയെക്കുറിച്ച് സൂചനകളില്ല. എന്നിട്ടും തങ്ങൾ തകർന്നു പോകുമോ, ചിതറിക്കിട്ട് പോകുമോ എന്ന് അവർ ഭയന്നു. ആ ഭയം അവരെ ഒരു വലിയ ഗോപുരം പണിയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ദൈവത്തോളം ഉയരാൻ, സ്വർഗത്തോളം ഉയരാൻ അവർ ചിന്തിക്കുമ്പോഴാണ് ദൈവം അവരുടെ ഭാഷ ചിതറിക്കുന്നത്. പിന്നെ വാർക്കപ്പണിക്കാരന്, പ്ലംബിംഗ് നടത്തുന്നവനെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാതായി. കരാറുകാരൻ എഞ്ചിനീയറുമായിട്ട് ഇടയുന്നു. കുഴിയെടുക്കുന്നവന് കൽപ്പണിക്കാരന് മനസ്സിലാകാതായി. ആകെ ആശയക്കുഴപ്പമായി, പരസ്പരം മനസ്സിലാകാതായി. അങ്ങനെ പല പണികളും നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ അവര് ആ ഗോപുരത്തിന് ഇങ്ങനൊരു പേരിട്ടു, ബാബേൽ. എന്താണ് ആ വാക്കിനർത്ഥം? ആ വാക്കിനർത്ഥം ഇതാണ്: കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം. ആശയക്കുഴപ്പങ്ങളുടെ ഗോപുരമായി ബാബേൽ അവരുടെ മുമ്പിൽ അവസാനിച്ചു. പണിതീരാത്ത ഒരു ഗോപുരമായി അതവിടെ നിന്നു. പലരും അവിടെ നിന്ന് മാറിപ്പോയി. കാരണം സമാധാനം തേടി ഓരോ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ ചിതറിപ്പാർക്കാൻ തുടങ്ങി. എന്ത് കാരണം കൊണ്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഗോപുരം പണിയാൻ അവരാഗ്രഹിച്ചത്, അതേ കാരണം കൊണ്ട് തന്നെ അവര് ചിതറാൻ ആരംഭിച്ചു. സങ്കീർത്തനം 127:1 പറയുന്നുണ്ടല്ലോ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. ബാബേൽ ഗോപുരം നമ്മുടെ മുമ്പിൽ തരുന്ന പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകൾ നമുക്കിങ്ങനെ ചുരുക്കി പറയാം. ഒന്ന്, ബാബേൽ ഗോപുരത്തിന്റെ പ്രശ്നം അതിന്റെ വലുപ്പമായിരുന്നില്ല, അത് പണിതവരുടെ മനോഭാവമായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അഹങ്കാരത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, മാത്സര്യബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്ന എത്ര വലിയ നന്മയായാലും അതിന്റെ അവസാനം നാശമായിരിക്കും. മറിച്ച് മറ്റൊന്ന്, ഈ ബാബേൽ ഗോപുരം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളി എന്താണ്? ഈ ബാബേൽ ഗോപുരത്തിന്, ചിതറിക്കപ്പെട്ട ഈ ബാബേൽ ഗോപുരത്തിന് ബദലായി ഒരു സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമോ? ആദിമസഭ അങ്ങനെ ഒരു ചിത്രം രൂപപ്പെടുത്തുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന വിവിധ ഭാഷകൾ സംസാരിച്ചവർക്ക് ഒരേ ഭാഷയിൽ മനസ്സിലായി, അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒന്നിപ്പിലേക്ക് അവരെ കൊണ്ടുവരുന്നു. ഭാഷകൾ ചിതറിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ഒന്നിപ്പിക്കുന്നു. ഈ ഒന്നിപ്പിക്കുന്ന ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമാണെങ്കിൽ ബാബേലിന്റെ ബദൽ സംസ്കാരം പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വായന ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് 7-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വചനങ്ങളിലാണ്. ആഖാന്റെ പാപം മൂലം കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു എന്ന ആമുഖത്തോടെയാണ് വിവരണം ആരംഭിക്കുന്നത് പോലും. ജെറിക്കോയ്ക്കെതിരായി യുദ്ധത്തിന് ഒരുങ്ങിയതുപോലെ ഇവിടെയും അവർ ഈ ദേശത്തേക്ക് ചാരന്മാരെ അയക്കുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നിട്ടും അവർ യുദ്ധത്തിൽ തോറ്റു. കാരണം അവരിൽ ഒരുത്തൻ ദൈവം നിഷിദ്ധമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. ദൈവം നിഷിദ്ധമാണ്, അതെടുക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരുവനെടുത്താൽ അത് ഒരാളുടെ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ നാശത്തിലേക്ക് കാരണമാകുന്നു. എന്താണ് ഈ ആഖാന്റെ പാപം മൂലം ഇസ്രായേലിന് സംഭവിച്ചത്? ആഖാന്റെ പാപം മൂലം പിന്നീട് ഇസ്രായേൽ ചെയ്ത എല്ലാ യുദ്ധങ്ങളും തോറ്റു. ജോഷുവ ചാക്കുടുത്ത് ചാരം പൂശി കരഞ്ഞുകൊണ്ട് കർത്താവിന് മുമ്പിൽ അപേക്ഷിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ തോൽവി സംഭവിച്ചത്? ജോഷുവയ്ക്ക് മറുപടി എന്നോണം കർത്താവ് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു, കർത്താവിന്റെ കൽപ്പന നിങ്ങളിൽ ഒരുവൻ തെറ്റിച്ചു. കുറ്റവാളിയെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിജയം ലഭിക്കില്ല. ജോഷുവയും കൂട്ടരും ഇസ്രായേലരെ ഒരുമിച്ച് കൂട്ടുന്നു. പാപം ചെയ്ത നിഷിദ്ധമായ വസ്തുക്കളെ ഒളിപ്പിച്ചു വെച്ച ആഖാനെ നശിപ്പിക്കുന്നു. എന്താണ് ഈ വചനഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം? ഒരു വ്യക്തിയുടെ പാപം ഒരു സമൂഹത്തിന്റെ മുഴുവൻ
ഉത്തരവാദിത്തമായി മാറുന്നു. ആഖാനാണ് പാപം ചെയ്തതെങ്കിലും ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് വചനം രേഖപ്പെടുത്തുന്നത്. പിന്നീട് പാപത്തിനെ കുറിച്ചുള്ള കൂട്ടുത്തരവാദിത്തെക്കുറിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ലും എസെക്കിയേൽ 18-ലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ നാം കാണുന്നുണ്ടെങ്കിലും ഒരു വ്യക്തി പാപം ത്യജിക്കുമ്പോൾ അതൊരു ദേശത്തിന്റെ നന്മയായിട്ട് മാറുന്നു എന്ന സൂചനയുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം മോചിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഒരു വ്യക്തി പാപം ത്യജിക്കുമ്പോൾ, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ ആ കുടുംബം മാത്രമല്ല, ആ വ്യക്തി മാത്രമല്ല, ആ ദേശം മുഴുവൻ, ആ രാജ്യം മുഴുവൻ ഐശ്വര്യത്തിലേക്ക് വരുന്നതായി കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ ചിന്ത, പാപം ശിക്ഷ വിളിച്ചു വരുത്തുന്നു. പാപം തുടച്ചു മാറ്റിയാൽ രക്ഷയിലേക്ക് ക്ഷണം സ്വീകരിക്കുന്നു. മൂന്നാമത്തത്, കർത്താവിനോടുള്ള അനുസരണവും വിശ്വസ്തതയും മാത്രമാണ് ഇസ്രായേലിന്റെ ബലമെങ്കിൽ കർത്താവിനോടുള്ള വിശ്വസ്തതയും അനുസരണവും മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബലമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒടുവിൽ പാപിയുടെ മരണമല്ല, പാപിയുടെ മാനസാന്തരമാണ്, വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പിന്നീട് പ്രവാചകന്മാരിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന്റെ വചനം നമുക്ക് ശ്രവിക്കാം. മൂന്നാമത്തെ വായന റോമാലേഖനം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. നമുക്കറിയാം, റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രമാത്രം വിശദമായി വ്യാഖ്യാനിക്കുന്ന, പ്രതിപാദിക്കുന്ന വേറൊരു അധ്യായം പോലുമില്ല. ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈബിളിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാഗമാണ് റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം. എങ്ങനെയാണ് ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിതം നയിക്കുക എന്നതിന് നല്ലൊരു പാഠമാണ് റോമാലേഖനം 8-ാം അധ്യായം. നിയമങ്ങൾ നല്ലതാണ്, ഫോർമുലകൾ നല്ലതാണ്, അനുഭവങ്ങൾ നല്ലതാണ്. എന്നാൽ ഏറ്റവും നല്ലത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, ഇന്ന് നിയമങ്ങൾ ഏറെ നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇനി ജീവിത വിജയത്തിന് ഇത്രയും നല്ല ഫോർമുലകൾ, വിജയത്തിലേക്ക് 3 സ്റ്റെപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഫോർമുലകൾ ഉണ്ടാകാം. ഒരുപക്ഷെ ചില അനുഭവങ്ങൾ, നമുക്ക് വൈകാരിക അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ നയിച്ചേക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ, നിയന്ത്രണങ്ങൾക്കനുസരിച്ച് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്താൽ വലിയ വ്യത്യാസം ഉണ്ടാകും. എന്താണ് ഈ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നതിനർത്ഥം? അതൊരു കാർ ഓടിക്കുന്നതും എലവേറ്റഡ് ട്രെയിൻ ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. നമുക്ക് എങ്ങനെയാ കാർ ഓടിക്കാൻ സാധിക്കുന്നത്? നമ്മളതിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നിറയ്ക്കുന്നു, നമ്മളത് എല്ലാം റെഡിയാക്കി ആ കാർ ഓടിക്കുന്നു. എപ്പോഴാണോ പെട്രോൾ ഇല്ലാതാകുന്നത്, ഡീസൽ ഇല്ലാതാകുന്നത്, നമ്മളത് വീണ്ടും നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാണ്ടാകുമ്പോൾ അത് വീണ്ടും പള്ളി വന്ന് നിറച്ച് നമ്മൾ വീണ്ടും ഓടിക്കുന്ന പോലെയല്ല, മറിച്ച് അത് എലവേറ്റഡ് ട്രെയിൻ ഓടിക്കുന്ന പോലെയാണ്. 3 റെയിലുകൾ ഉണ്ടാവും ഈ എലവേറ്റഡ് ട്രെയിന്. 2 റെയിലുകളിലൂടെ ചക്രങ്ങൾ നീങ്ങും. മൂന്നാമത് അതിന്റെ നടുവിൽ ഒരു റെയിൽ കൂടിയുണ്ട്. എപ്പോഴാണോ ഈ റെയിലിൽ ഈ ട്രെയിൻ കണക്റ്റഡ് ആകുന്നത്, കോണ്ടാക്ട് വരുന്നത്, ആ നിമിഷം അത് ചലിക്കാൻ തുടങ്ങും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത് മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങും. കർത്താവിന്റെ ആത്മാവുമായിട്ട് കോണ്ടാക്ട് വരുന്ന നിമിഷം കർത്താവിന്റെ ആത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. കർത്താവിന്റെ ആത്മാവ് നമ്മളെ ചലിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്, കാറ്റായി ഞങ്ങളെ ചലിപ്പിക്കണമേ, കനലായി ഞങ്ങളെ ജ്വലിപ്പിക്കണമെന്ന് ആത്മാവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ആത്മാവിന്റെ നിയന്ത്രണങ്ങൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ആത്മാവ് നയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് തീരുന്നു, ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് തീരുന്നു. വചനം ഇങ്ങനെയാണ്, ദൈവമക്കളെന്നും ദൈവപുത്രന്മാരെന്നും 2 വ്യത്യസ്തമായിട്ടുള്ള പദപ്രയോഗങ്ങൾ റോമാലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അതൊരു ഒഫീഷ്യൽ സ്റ്റാറ്റസ് ആണ്. നീ പിതാവിന്റെ മകനാണ്, അതുകൊണ്ട് നീ അവകാശിയാണ്. പിതാവിന്റെ സ്നേഹത്തിൽ, സ്വത്തിൽ, എല്ലാത്തിലും നിനക്ക് അവകാശമുണ്ട്. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ
അത് പിതാവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് യൂണിയൻ, ഒരു അഭേദ്യമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോഴാണ് പിതാവെ എന്ന് വിളിക്കുന്നതിന് പകരം നമുക്ക് അപ്പ എന്ന് വിളിക്കാൻ തുടങ്ങുന്നത്. ആബ പിതാവേ എന്ന് അറമായ ഭാഷയിൽ വിളിക്കുന്നത് അപ്പ എന്ന് മലയാളത്തിൽ വിളിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പദശൈലിയാണ്. അപ്പോൾ അത്രമാത്രം അഭേദ്യമായിട്ടുള്ള ഒരു അടുപ്പം നമുക്ക് ലഭിക്കുന്നത് ഈ ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ മാർഗനിർദ്ദേശം നൽകി നമ്മളെ നയിക്കും. ഭയത്തിൽ നിന്ന്, പേടിയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന് മോചനം നേടി നമ്മളെ സ്വതന്ത്രരാക്കും. കർത്താവിന്റെ ആത്മാവ് നമ്മെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തും. ഇതാണ് റോമലേഖനം 8-ാം അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം. നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലേക്ക്, ഈ ആഴ്ചയിലെ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നുവരാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിനു ചുറ്റും വേലി കെട്ടി, അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീടവൻ എന്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്ക് ഇവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടനെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്കിത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ഇത് ആരുടെ മേൽ വീഴുന്നുവോ അതവനെ ധൂളിയാക്കും. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ. മുന്തിരിത്തോട്ടം ഇസ്രായേലിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഹോസിയയുടെ പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സമൃദ്ധമായി ഫലം നൽകുന്ന മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് ബലിപീഠങ്ങൾ വർദ്ധിച്ചു. എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹം ഇസ്രായേലിന് ധാരാളമായി നൽകിയതിനനുസരിച്ച്, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സംരക്ഷണം ഇസ്രായേലിന് ലഭിച്ചതനുസരിച്ച് ഇസ്രായേലിൽ അവിശ്വസ്തതയും അനീതിയും വിഗ്രഹാരാധനയും വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഈ മുന്തിരിത്തോട്ടം നല്ലൊരു പ്രതീകമാണ് ഇസ്രായേലിന്റെ. നമുക്കറിയാം, ഒരു പുതിയ ഒരു മുന്തിരിത്തോട്ടം 4 വർഷം കാത്തിരിക്കണം വിളവുണ്ടാകാൻ. അതുണ്ടാകുന്നതുവരെ അതിന് ചുറ്റും വളമിടണം, വെള്ളമൊഴിക്കണം, അതിന് ചുറ്റും കാവൽമാടം ഏർപ്പെടുത്തണം, പരിപാലിക്കണം. ഇത്രയൊക്കെ ചെയ്യുന്ന ഈ ഒരു മുന്തിരിത്തോട്ടമായി ഇസ്രായേലിനെ സൂചിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെ ഈ കർത്താവിന്റെ മുന്തിരിത്തോപ്പിനെ കുറിച്ചുള്ള മനോഹരമായിട്ടൊരു വായനയുണ്ട്. അതിനൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഈ ഉപമ കർത്താവ് പറയുന്നത് പോലും. എന്റെ പ്രിയന് വേണ്ടി അവൻ തന്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുമുള്ള കുന്നിൽ എന്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ മധ്യത്തിൽ കാവൽമാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. വിശിഷ്ടമായ മുന്തിരിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ നൽകിയത് കാട്ടുമുന്തിരിപ്പഴമാണ്. എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ വിലപിക്കുന്നത് ഇസ്രായേലിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഇസ്രായേല് നശിപ്പിക്കപ്പെടാൻ കാരണം അവർ വിളവ് നൽകിയില്ല, ഫലം നൽകിയില്ല എന്നതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സുവിശേഷത്തെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ആലങ്കാരികമായിട്ടാണ് ഈ വ്യാഖ്യാനം സഭാപിതാക്കന്മാർ പൊതുവെ കൊടുക്കുന്നത്. മുന്തിരിത്തോട്ടം
ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു. അതിലെ പാട്ടകൃഷിക്കാർ ഇസ്രായേലിലെ ജനപ്രമാണികളെ, നേതാക്കന്മാരെ സൂചിപ്പിക്കുന്നു. ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. വിളവ് ശേഖരിക്കാൻ അയക്കുന്ന ഭൃത്യന്മാർ കാലാകാലങ്ങളിൽ അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ പ്രതീകങ്ങളാണ്. അവിടെ ഏറ്റവും ഒടുവിൽ അയക്കപ്പെടുന്ന മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ മകൻ എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെയാണ്. വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് നന്മയുടെ ഫലങ്ങൾ ശേഖരിക്കാനുള്ള ദൈവത്തിന്റെ വരവാണ്. പാട്ടക്കാരുമായിട്ടുള്ള ഉടമ്പടി, അതാണ് ദൈവകൽപ്പനകൾ. കൃഷിക്കാരുടെ നാശം എന്ന് പറയുന്നത് AD 70 സംഭവിക്കുന്ന ജെറുസലേമിന്റെ പതനവും അതിനുശേഷം ആ ജനതയുടെ പലായനവും സൂചിപ്പിക്കുന്നതാണ്. പിതാവായ ദൈവം പരിപാലിച്ച, സംരക്ഷിച്ച ഇസ്രായേൽ ജനം അവിശ്വസ്തത മൂലം, അനുസരണക്കേട് മൂലം ഈ പിതാവായ ദൈവത്തെ കോപിപ്പിക്കാൻ ഇടവരുത്തുന്നു. എന്നിട്ടും ദീർഘക്ഷമയുള്ള പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ അവരെ സംരക്ഷിക്കാനും അവരെ പരിപാലിക്കാനും ആഗ്രഹിച്ചു. എന്നിട്ടും പിതാവായ ദൈവത്തെ പ്രകോപിപ്പിച്ച അവരുടെ മുമ്പിലേക്ക് തന്റെ ഏക മകനെ ദൈവം അയക്കുന്നു. യേശു ക്രിസ്തുവിനെ പോലും സ്വീകരിക്കാത്ത ആ ജനത്തെ ദൈവം തള്ളിക്കളയുന്നതായി, ആ ഉത്തരവാദിത്തം പുതിയ ജനമായ സഭയുടെ പക്കൽ ഏൽപ്പിക്കുന്നതായിട്ടാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ഇതിലൂടെ ഇന്ന് അർത്ഥമാക്കുന്നത്? ഫലം നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഫലം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളും ഇസ്രായേൽ ജനത്തിന്റെ വിധി സ്വീകരിക്കേണ്ടി വരും. ഫലം നൽകാൻ തയ്യാറായിരിക്കുക. മറ്റൊന്ന്, ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കാൻ ദൈവം നിരന്തരം നടത്തുന്ന ശ്രമങ്ങളാണ് പല പ്രവാചകന്മാരെ അയക്കുന്നത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വചനത്തിൽ പറയുന്നുണ്ട്, അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചുവരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ്. പല മനുഷ്യരിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിധിയാളനായി ഉടമസ്ഥൻ വീണ്ടും വരുന്ന ഒരു ദിവസമുണ്ടാകും. അതിനു മുമ്പ് ഫലം നൽകാൻ തയ്യാറായി നിൽക്കുക എന്നതാണ് സഭയുടെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം. ആമേൻ.